റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇറാനെതിരായ US ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ US അനുമതി നൽകിയിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോസ്റ്റർഷെയറിലെ RAF ഫെയർഫോർഡിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ UK വിദേശ പ്രദേശമായ ഡീഗോ ഗാസിയെയും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആക്രമണം നടത്താൻ US മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനും UK-US സംയുക്ത സൈനിക താവളം തിരികെ പാട്ടത്തിന് നൽകാനുമുള്ള സർ കെയർ സ്റ്റാർമറുടെ കരാറിനെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ വിമർശനം. താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി UK തടഞ്ഞതാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പതിവുപോലെ പ്രവർത്തനപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്ന് ഒരു UK ഗവൺമെന്റ് വക്താവ് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കാൻ സമ്മതിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും സാധ്യമായ ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പിനായി യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സ്വിറ്റ്സർലൻഡിൽ അമേരിക്കൻ ഇറാനിയൻ ചർച്ചകൾക്കിടയിൽ നടന്ന ചർച്ചകളിൽ ചില പുരോഗതി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇറാനുമായി അമേരിക്ക ഒരു കരാറിലെത്തുമോ അതോ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന് അടുത്ത ഒരുപക്ഷെ 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്ന് വ്യാഴാഴ്ച ട്രംപ് പറയുകയും ചെയ്തു. മഞ്ഞിൽ പുതച്ച തണുത്ത കാലാവസ്ഥയുടെ ഹ്രസ്വകാലം അവസാനിക്കുക. ഇന്നു മുതൽ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അടുത്തിടെയുണ്ടായ ശൈത്യകാലം നിലനിർത്തിയിരുന്ന തടസ്സപ്പെട്ട കാലാവസ്ഥ രീതി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരാഴ്ചത്തേക്ക് നേരിയ വായു നിലനിൽക്കും. അതോടൊപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കൂടുതൽ മഴയുള്ള കാലാവസ്ഥയും ഉണ്ടാകും. പടിഞ്ഞാറൻ കുന്നുകളിൽ ഏറ്റവും ശക്തമായ മഴ പ്രതീക്ഷിക്കപ്പെടുന്നു. വെള്ളപ്പൊക്ക ഭീഷണി തുടരാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. സ്കോട്ട്ലൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ സമയത്ത് താപനില സാധാരണയായി 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസും രാത്രിയിൽ -9 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. ശക്തമായ തെക്ക് കിഴക്കൻ കാറ്റിൽ തണുപ്പ് കൂടുതലായി അനുഭവപ്പെട്ടു. തണുത്ത വായു UK കിഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെക്ക് പടിഞ്ഞാറൻ കാറ്റിലേക്കുള്ള മാറ്റം അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള നേരിയ വായു കൊണ്ടുവരും. വരാന്ത്യത്തിലും അടുത്ത ആഴ്ചയിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പകൽ സമയ താപനില 10 മുതൽ 14 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. രാത്രിയിലെ താപനില സാധാരണയായി 5 മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുന്നതിനാൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാവിലെയും വൈകിട്ടും സ്വർണ്ണവില വർദ്ധിച്ചിരുന്നു. രാവിലെയും വൈകുന്നേരവുമായി 2240 രൂപയാണ് സ്വർണ്ണം പവന് കുറഞ്ഞത്. ഇന്നലെ രാവിലെ 1680 രൂപയും വൈകിട്ട് 560 രൂപയും വർദ്ധിച്ചിരുന്നു. 1,15,320 രൂപയായിരുന്നു ഇന്നലെ വൈകിട്ട് പവന്റെ വില. 22 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 30 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. പവന് 240 രൂപയും കുറഞ്ഞു. 22 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 14,315 രൂപയും പവന് 1,14,520 രൂപയുമാണ് ഇന്നത്തെ വില. 24 കാരറ്റ് ഗ്രാമിന് 32 രൂപ കുറഞ്ഞ് 15,617 രൂപയും പവന് 256 രൂപ കുറഞ്ഞ് 1,24,936 രൂപയുമായി. 22 കാരറ്റ് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 14,315 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 1,14,520 രൂപയുമായി മാറി. 18 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 24 രൂപ കുറഞ്ഞ് 11,713 രൂപയും പവന് 192 രൂപ കുറഞ്ഞ് 93,704 രൂപയും ആയി മാറി. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെ ഹൈക്കോടതിയിലെ ഹർജിക്കാരുടെ നിർണായക നീക്കം. സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തുള്ള നീക്കമാണ് പരാതിക്കാർ നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മൂപാസ് എന്നിവരാണ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിലുള്ള ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന തങ്ങളുടെ വാദം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കാവൂ എന്നാണ് ഹർജിക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹനി എം വർഗീസിന് സ്ഥലം മാറ്റം. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായാണ് മാറ്റം. ഏറെ കൊള്ളക്കമുണ്ടായ നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയാണ് ഇവർ. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ KK ബാലകൃഷ്ണനെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായും തൊടുപുഴ കോടതിയിലെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി PS ശശികുമാറിനെ തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായും നിയമിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന തള്ളിയും നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയും വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ജഡ്ജി ഹണി എം വർഗീസിനെതിരെ വ്യാപക സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനെതിരെ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഇനി സ്പോർട്സ് വാർത്തകൾ. വ്യാഴാഴ്ച മുംബൈ ഫുട്ബോൾ അരീനയിൽ ചെന്നൈയിൽ FCയെ 1-0 തോൽപ്പിച്ച് മുംബൈ സിറ്റി FC 2025-26 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ആരംഭിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പ്രീതം കോട്ടലിന്റെ സെൽഫ് ഗോളാണ് മത്സരത്തിൽ നിർണായകമായത്. ഇത് ഐലൻഡേഴ്സിന് 3 പോയിന്റുകളും നൽകി.
ആദ്യ പകുതിയിൽ ഇരു ടീമുകളും വ്യക്തമായ അവസരം സൃഷ്ടിക്കാൻ പാടുപെടുന്നത് കണ്ടു. കാരണം മധ്യനിര പോരാട്ടങ്ങൾ കളിയിൽ ആധിപത്യം പുലർത്തി. മുംബൈയുടെ ജോർജ് പെരേര ഡയസും ജോർജ് ഓട്ടിസും ഗോൾ കീപ്പർ മുഹമ്മദ് നവാസിനെ പരീക്ഷിച്ചു. പക്ഷേ ചെന്നൈയിന്റെ പ്രതിരോധം ഉറച്ചുനിന്നു. ക്രോസുകളെയും സെറ്റ് പീസുകളെയും സന്ദർശകർ വളരെയധികം ആശ്രയിച്ചു. നിരവധി കോർണറുകൾ നേടി. പക്ഷേ അവർ മുംബൈ ഗോൾ കീപ്പർ ഫൂബ ലാച്ചൻപെയെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. 25 റൗണ്ട് മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് CFFC ബാഴ്സലോണയെ മറികടന്നതോടെ ലാലിഗയിൽ പുതിയൊരു ലീഡ്. എൽ സദർ സ്റ്റേഡിയത്തിൽ CA ഒസാസുനയെ നേരിടാൻ ശനിയാഴ്ച പാംപ്ലോണയിലേക്ക് റയൽ കഠിനമായ ഒരു എവേ യാത്ര നേരിടുന്നു. ബൻഫിക്കയ്ക്കെതിരായ സമീപകാല ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് ശേഷം കോച്ച് അൽവാരോ അർബലോവ തന്റെ ടീമിനെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞായറാഴ്ച ലെവാന്റ്റെ UDA നേരിടുമ്പോൾ ബാഴ്സലോണ പ്രതികരിക്കാൻ ശ്രമിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് കോപ്പ ഡെൽ റേയിൽ കനത്ത തോൽവിയും ജിറോണ FCയോട് ലീഗ് തോൽവിയും ഉൾപ്പെടെ സമീപകാല പ്രതിരോധ പ്രശ്നങ്ങളെ തുടർന്ന് കോച്ച് ഹാൻസി ഫ്ലിക് സമ്മർദ്ദത്തിലാണ്. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷം ലെവാന്റ് പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയാണ്. ഇത് ഇരു ടീമുകൾക്കും ഒരു പ്രധാന മത്സരമാക്കി മാറ്റുകയും ചെയ്യും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.25 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.